ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സെൽഫ് കെയറിനെ കുറിച്ചാണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു സെൽഫിഷാണോ? സെൽഫിഷ് അല്ല. ഒരിക്കലും നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്നതും സെൽഫ് ലവ് എന്ന് പറയുന്നതും സ്വാർത്ഥതയുടെ ഭാഗമല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർത്താൻ പറ്റുള്ളൂ. അത് സ്നേഹമായിക്കോട്ടെ, അതുപോലെ തന്നെ സന്തോഷമായിക്കോട്ടെ, പണമായിക്കോട്ടെ. നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്നേഹം നമ്മളെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിലാണത് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. സ്ട്രെസ്സ്, സ്ട്രെയിൻ, ദേഷ്യം, അസൂയ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും അതായിരിക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ കൂടുതലും പറ്റുക. നമ്മളെ നന്നായി സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാദ്യം നമ്മളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 3 തരത്തിലുള്ള സെൽഫ് കെയർ ഉണ്ട്. അതാദ്യം പറഞ്ഞുതരാം. അതായത് ഫിസിക്കൽ സെൽഫ് കെയർ ഉണ്ട്. അതിന് വിശദമായിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണ്, അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും അതിന് 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ആദ്യം ഫിസിക്കൽ സെൽഫ് കെയർ, പിന്നെന്താണ് ഇമോഷണൽ സെൽഫ് കെയർ ഉണ്ട്, പിന്നെ സ്പിരിച്വൽ സെൽഫ് കെയർ ഉണ്ട്. ഈ സെൽഫ് കെയർ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പൊട്ടൻ തവളയുടെ പോലെ ആയിരിക്കും. പൊട്ടൻ തവളയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ വളരെ ചുരുക്കി പറയാം കേട്ടോ. അതായത് ഒരു ഗ്രാമത്തിൽ, കഥയാണ് കേട്ടോ അത്, കഥയുടെ ഭാഷയിൽ തന്നെ നിങ്ങളത് എടുക്കണം. ഒരു ഗ്രാമത്തിൽ കുറേ തവളകളുണ്ടായിരുന്നു. ഈ തവളകളൊക്കെ അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു കല്യാണത്തിന് പോയിരുന്നു. ഈ കല്യാണത്തിന് പോകുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാട് കടന്നിട്ട് വേണം ഇവരെന്ത് ചെയ്യാം, കല്യാണത്തിന് എത്താൻ. അപ്പോൾ ഒരു കൂട്ടം റിലേറ്റീവ്സും നൈബേഴ്സുള്ള എല്ലാവരും കൂടെ എന്ത് ചെയ്യും, ഈ കല്യാണത്തിന് ചാടി പോകണം. കാട്ടിലൂടെ പോകണ്ടേ. ഈ കാട്ടിലൊരു കിണറുണ്ടായിരുന്നു. ഈ ഒരൊറ്റ ചാട്ടത്തിൽ കുറേ തവളകൾ എന്തായിരുന്നു ഈ കിണറ്റിലേക്ക് വീണു. ഈ കിണറ്റിൽ വീണപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തവളക്കിണറ്റിൽ നിറച്ച് മുള്ളും കല്ലും അതായത് ശരീരത്തിലേക്ക് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ കിണറ്റിനുള്ളിലുണ്ടായിരുന്നു. കുറേ തവളകൾ എന്ത് ചാടി മേലേക്ക് കയറാൻ പോയപ്പോൾ മേലെ നിൽക്കുന്ന തവളകൾ പറഞ്ഞു, കയറല്ലേ, നിങ്ങൾക്ക് താഴെ വീണ് കഴിഞ്ഞാൽ കൂടുതൽ അപകടം പറ്റും. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട തവളകളെല്ലാം അവിടെ തന്നെ ഈ കിണറിൻ്റെ ഉള്ളിൽ അവിടെ കിടന്നു. പക്ഷെ ഒരു തവള മാത്രം എന്തായി, ചാടി മേലോട്ടെത്തി. അതെന്ത് തവളയായിരുന്നു എന്നറിയോ? പൊട്ടൻ തവളയായിരുന്നു. അത് മറ്റുള്ളവർ പറഞ്ഞതൊന്നും കേട്ടില്ല. അവനവൻ്റെ കാര്യം നോക്കി ചാടി മേലെ എത്തി. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് ഇതിൻ്റെ സെൽഫ് കെയറിനെ കുറിച്ച് അറിയാവുന്നതാണ്. ബായ്.